വലിയ അതിലത്തെ മഹാകാവ്യങ്ങളെന്ന് പറയാവുന്ന കുറേ സിനിമകൾ കാണാനുള്ള അവസരമുണ്ടായി. അതിൻ്റെ അടുത്തൊന്നും എത്താൻ പറ്റില്ല എന്നറിയാം. എന്നാലും ഇതൊക്കെ ഉണ്ട് അവിടെ. ഈ മഹാപർവ്വതങ്ങൾ പോലെ ഇതൊക്കെ നിൽക്കുന്നു. ഇതിൻ്റെ അടുത്തേക്ക് കുറേശ്ശെങ്കിലും അടുത്തേക്ക് എത്തിയാൽ നന്ന് എന്നുള്ള ഉള്ളിലൊരു തോന്നൽ. അങ്ങനെ കുറച്ചൊക്കെ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി. അതിപ്പോൾ ഒരു ഇൻഡോ ജപ്പാൻ പ്രോജക്റ്റ് അത് കുറേ കാലമായി. അത് ബൈക്ക് നിന്നു പോയതാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. സ്ക്രിപ്റ്റ് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. എഗ്രിമെൻ്റൊക്കെ ആയതാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല. എനിക്കറിയാം എന്തൊക്കെ കാര്യങ്ങളെന്നും അറിയാം. ചില കാസ്റ്റിംഗ് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനായിട്ടെപ്പോഴും ബന്ധമുണ്ട്. ഞാൻ എൻ്റെ സ്ക്രിപ്റ്റും കൊണ്ട് അവിടെ എവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഞാനത് ഇംഗ്ലീഷിൽ എഴുതിയ സ്ക്രിപ്റ്റാണ്. 19th സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് അത് നടക്കില്ല എന്നൊന്നുമില്ല. ഇപ്പോഴും അവർ വന്നിട്ട് മദ്രാസിൽ ഓഫീസൊക്കെ എടുക്കില്ല. ഹോങ്കോങ്ങിൽ സോണി ജപ്പാനാണ്. അവർ വന്നിട്ട് അതിൻ്റെ കുറേ ശ്രമങ്ങൾ നടത്തി. കേരളത്തിലെ ഈ ആയോധന കലകളെ കുറിച്ച് അതാണ് അങ്ങ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വടക്കൻ വീരഗാഥയിലൊക്കെ പലരും ചോദിച്ചതും അങ്ങനെയാണ്, ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എങ്ങനെ ഹീറോ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കൃത്യമായൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് മുമ്പ് വടക്കൻ വീരഗാഥ വന്നിരുന്നെങ്കിൽ ആളുകൾ തിരിച്ചു ചിന്തിച്ചു. അപ്പോൾ ഈ രണ്ടാം മൊഴിത്തിലെ ക്യാരക്ടർ പോലും അങ്ങ് എപ്പോഴും വ്യാസ ഭാരതത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാം മുഴുവൻ അങ്ങനെ ഒരു സിനിമയാകുകയാണെങ്കിൽ ഉള്ള വളരെ പ്രശ്നമുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ ധാരാളം പത്രവാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഇപ്പോൾ. പത്രങ്ങളിൽ പോയിട്ട് ഞാൻ മുറിയെടുത്ത് ഇന്നേക്കിൽ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ അതിനെപ്പറ്റി ഗൗരവമായിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം, അതിലെ ഒന്നും വിട്ടുകളയാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സമയപരിധി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗോഡ് ഫാദറൊക്കെ വന്നതുപോലെ 2 or 3 സിനിമകളായിട്ട് ചെയ്യാമെങ്കിൽ എനിക്ക് എൻ്റെ നോവലിൽ നിന്നൊന്നും വിട്ടുകളയാൻ എനിക്കിഷ്ടമല്ല. സിനിമയുടെ 2.25 മണിക്കൂറിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അത് വിടുക എന്നുള്ളത് ഇഷ്ടമല്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് അതാണ്. അതിനെപ്പറ്റിയൊരു തീരുമാനമായാൽ വോള്യൂം 1, വോള്യൂം 2. ഗോഡ് ഫാദർ 4 വന്നു. 1, 2, 3 ഗംഭീരമായി. 4 നന്നായി എന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ 3 ആയിട്ട് ചെയ്യാം.